തുഫലെ ന്യൂസിലൻഡിനെതിരെയുള്ള 50 ഓവർ ഏകദിന മത്സരത്തിൻ്റെ ടീമിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് ബൗളർ മുഹമ്മദ് ഷമി ടീമിലേക്ക് ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനും കോച്ച് ഗംഭീറിനും എന്ത് കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? അയ്യപ്പട്ടൻ പറഞ്ഞതുപോലെ നമ്മളേവരും പ്രതീക്ഷിച്ച ഒരു പ്ലെയർ ആയിരുന്നു മുഹമ്മദ് ഷമി. കാരണം സമീപകാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും പ്രകടനം, വിജയഹസാരെ ട്രോഫി ഉൾപ്പെടെയുള്ള അതുപോലെ പല ആഭ്യന്തര ടൂർണമെൻറ്റുകളിലും സമീപകാലത്തായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് മുഹമ്മദ് ഷമി. നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ന്യൂസിലൻഡിനെതിരായ വൺ ഡേ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെയും കോച്ച് ഗംഭീറിൻ്റെയും ഒരു പിടിപ്പിക്കലായിരിക്കും. അവരിതിന് വലിയ വില കൊടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. കാരണം സമീപകാലത്തായി അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു ഏകദേശം വൺ ഡേ ടീമിൽ കളിച്ച് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അദ്ദേഹം വൺ ഡേ ടീമിലൊന്നും കളിച്ചിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ അന്ന് പരിക്കുമൂലം ടൂർണമെന്റിൽ ഉടനീളം ഏറ്റവും ഭംഗിയായിട്ട് 9 വിക്കറ്റ് നേടിയ താരമാണ് മുഹമ്മദ് ഷമി. അന്ന് 9 or 10 വിക്കറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷമിയെ ടീമിലെടുക്കാത്തത് തീർച്ചയായും അതിന് ഗംഭീറും അതുപോലെ തന്നെ അജിത് അഗാർക്കറും മറുപടി പറഞ്ഞാൽ പറ്റൂ. അത് വെറുതെ പറഞ്ഞാൽ പോലെ അതിന് ശക്തിയുക്തമായ യുക്തി. അതില് ആ ബൗളിംഗ് സ്കോഡിനെ കുറിച്ച് എന്ന് പറയൂ. അതിൽ ടീമില് ബൗളിംഗ് സ്കോഡ് ഉണ്ടല്ലോ, അതൊന്ന് പറയൂ. അത് ഏറ്റവും വലിയ എടുത്തു പറയുന്നത് മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, അങ്ങനെ അർഷദീപ് സിംഗ് ഒക്കെയാണ് ബൗളിംഗിൽ. അതായത് ഫാസ്റ്റ് ബൗളേഴ്സ് എത്ര പേരൊക്കെയുണ്ട്? സിറാജ് ഒന്ന് മുഹമ്മദ് സിറാജ് ആണ്, പിന്നെ ഒന്ന് പ്രസിദ്ധ് കൃഷ്ണയാണ്, പിന്നെ ഹർഷിത് റാണ, അർഷദീപ് സിംഗ്. അത് ഏറ്റവും വലിയ കൗതുകരമായ ഈ ഹർഷിത് റാണയെയും പ്രസിദ്ധ് കൃഷ്ണയെയും എന്തിനാണ് ഉൾപ്പെടുത്തിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഹർഷിത് റാണയെയും പ്രസിദ്ധ് കൃഷ്ണയെയും ഒന്ന് മുഹമ്മദ് ഷമിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഈ മുഹമ്മദ് ഷമിക്കാണെങ്കിൽ സിംഗ് ബൗളറാണ് ഷമി. ദീർഘകാലം വളരെ ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ കളിച്ച് പരിചയസമ്പന്നനായ ഒരു താരമാണ് മുഹമ്മദ് ഷമി. ഈ പറഞ്ഞ പ്രസിദ്ധ് കൃഷ്ണക്കായാലും ഹർഷിത് റാണക്കായാലും പരിചയസമ്പത്ത് കുറവാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പിച്ചില് ഷമിയെ സംബന്ധിച്ച് ഇൻസിങ്ങും ഔട്ട്സിങ്ങും വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റിയ താരമായിരുന്നു ഷമി. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഹർഷിത് റാണയോ പ്രസിദ്ധ് കൃഷ്ണയോ ഒഴിവാക്കപ്പെടുമെന്നായിരുന്നു. ഞാൻ ബുംറ ടീമിലില്ലല്ലോ. ബുംറയെയും ഹർദിക് പാണ്ഡ്യയും ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമായി പറയുന്നത് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് 2020 ലോകകപ്പ് നടക്കുന്നത്. അത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് 2020 ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ ആ ടീമിൽ കളിക്കേണ്ടതിനാൽ അവർക്ക് വിശ്രമം കൊടുത്തു എന്നാണ് ടീം മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് ഈ പ്രസിദ്ധ് കൃഷ്ണയെയും ഹർഷിത് റാണയെയും ഉൾപ്പെടുത്തിയെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം അവരെക്കാൾ എന്തുകൊണ്ടും മികച്ച സ്ട്രൈക്ക്, നല്ല രീതിയിൽ ഡെത്ത് ഓവറുകൾ എറിയാനും ഓപ്പണിംഗിൽ സ്പെല്ലുകൾ എറിയാനും അസാമാന്യ ശേഷിയുള്ള താരമാണ് മുഹമ്മദ് ഷമി. എന്തുകൊണ്ട് മുഹമ്മദ് ഷമിയെ ഉൾപ്പെടുത്താതിന് അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന നാളുകളിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതിഭയുണ്ടായിട്ടും ആ പ്രതിഭക്കൊത്തൊരു അദ്ദേഹത്തിന് അവസരം കിട്ടാത്ത ഒരു ഇതിൽ എനിക്ക് ചോദിക്കേണ്ടത് പോലെ ഈ അജിത് അഗാർക്കർ എന്ന ചീഫ് സെലക്ടർ വന്ന ശേഷം അദ്ദേഹം ഒരു ബൗളർ ആയിരുന്നതാണ്. അപ്പോൾ ഒരു ബൗളർക്ക് തന്നെയാണ് ഒരു ബൗളറെ തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മെറിറ്റ് എന്ന് എന്തുകൊണ്ട് അഗാർക്കർക്ക് അറിയാൻ കഴിയുന്നില്ല? അഗാർക്കർ ഒപ്പം അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന നാളുകളിൽ ഈ ഷമി കൂടെ കളിച്ചിട്ടുണ്ടാവും, ഗംഭീറിനൊപ്പം കളിച്ചിട്ടുണ്ടാവും. അല്ല, അജിത് അഗാർക്കറും ഷമിയും ഒരുമിച്ച് കളിച്ചിട്ടില്ല. കാരണം അജിത് അഗാർക്കർ ഇപ്പൊ ടീമിൽ നിന്ന് ഇപ്പൊ വിരമിച്ചിട്ട് ഇപ്പൊ ഒരു 10 വർഷത്തിലധികമായിട്ട്. എന്നാലും ഗംഭീറിനൊപ്പം കളിച്ചിട്ടുണ്ടാവും. ഗംഭീറിനൊപ്പം അവസാന നാളുകൾ ഗംഭീറും അജിത് അഗാർക്കറൊക്കെ കളിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ല, ഈ ഷമിയുമായിട്ട് ഗംഭീർ കളിച്ചിട്ടുണ്ടാവില്ലേ? കളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ അജിത് അഗാർക്കർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്? ഒരു സെലക്ടർ എന്ന രീതിയിൽ അജിത് അഗാർക്കർ അതില് എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2027 ഏകദിന ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ അതിനേക്കുള്ള ഒരു ടീമിനെ കൂടി ഇപ്പോഴേ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടീം സെലക്ഷൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പറയുന്നു. കാരണം 2027 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആണ് ഏകദിന ലോകകപ്പ് നടക്കാൻ പോകുന്നത്.
അപ്പോൾ അതിന് ഏറ്റവും വലിയ കൗതുകരമായും ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറഞ്ഞ പ്ലെയറെ ഒഴിവാക്കിയതാണ്. കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പരയിൽ സെഞ്ചുറി ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അത് ഇന്ത്യൻ പിച്ചിലാണ്. അത് ഇന്ത്യൻ പിച്ചിൽ ആ ഋതുരാജ് ഗെയ്ക്വാദിനെ ഒഴിവാക്കിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ ഇപ്പൊ സഞ്ജുവിന് നേരിട്ട് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദും നേരിടുന്നത്. കാരണം സഞ്ജു ഇതുപോലെ സൗത്ത് ആഫ്രിക്കക്കെതിരെ അവരുടെ നാട്ടിൽ സെഞ്ചുറി നേടിയ താരമായിരുന്നു. 2020-ലും ഏകദിനത്തിലും സെഞ്ചുറി നേടിയ താരമായിരുന്നു സഞ്ജു സാംസൺ. എന്നാൽ സഞ്ജു സാംസന് പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കാൻ ഏകദിന ടീമിൽ കളിക്കാൻ അർഹതയുണ്ടായിട്ടും കളിക്കാൻ അവസരം സഞ്ജു സാംസൺ. ഇതിലൊരു ചെറിയ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നത് ഋഷഭ് പന്തിനെ വിക്കറ്റ് കീപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഇത് ഋഷഭ് പന്ത് കളിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കക്കെതിരെ വിക്കറ്റ് കീപ്പർ രാഹുലല്ലോ, കെ എൽ രാഹുലാണ്. കെ എൽ രാഹുൽ തന്നെ ആയിരിക്കും. ഇഷാൻ കിഷൻ വരുമെന്നാണ് എല്ലാവരും. ഇഷാൻ കിഷൻ വരുമെന്ന് ഇഷാൻ കിഷനെ കാരണം ഈ വിജയ് ഹസാരെ ട്രോഫിയിലും മറ്റുമൊക്കെ ഇഷാൻ കിഷൻ ജാർഖണ്ഡിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഇഷാൻ കിഷൻ. ഇഷാൻ കിഷൻ ഈ ടീമിൽ കളിക്കുമെന്ന രീതിയിൽ ഒരു പക്ഷേ വരും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പരയിൽ ഒരു മികച്ച രീതി 250 ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെ എൽ രാഹുലിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കെ എൽ രാഹുൽ തന്നെ അന്തിമ 11-ൽ കളിക്കാനുള്ള സാധ്യത. ഋഷഭ് പന്ത് മിക്കവാറും ഒരു സബ്ബായിട്ട് ഇറങ്ങാൻ കളിക്കാൻ സാധ്യത കുറവാണ്. കാരണം കെ എൽ രാഹുൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇടവേളക്ക് ശേഷം നമുക്ക് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ പരിക്ക് പറ്റിയ ശ്രേയസ് അയ്യർ ടീമിലേക്ക് മടങ്ങിയെത്തിയ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ ബാറ്റിംഗ് സ്കോറിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ബാറ്റിംഗ് സ്കോർ എനിക്ക് ഗില്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല അല്പം ആശങ്കയുള്ളൂ. ബാക്കി രോഹിത് ശർമ്മ നല്ല ഫോമിലാണ്, വിരാട് കോഹ്ലി ഫോമിലാണ്, പിന്നെ വാഷിംഗ്ടൺ സുന്ദറും കുഴപ്പമില്ല, രവീന്ദ്ര ജഡേജ ഒക്കെ നല്ല പ്ലെയർ ഉണ്ട്, അതുപോലെ ശ്രേയസ് അയ്യർ ഉണ്ട്. മധ്യനിര ബാറ്റ്സ്മാൻമാർ 5 പേരേ ഉണ്ട്. പക്ഷേ പക്ഷെ ഗില്ലിന്റെ അവസ്ഥ പറയാൻ പറ്റില്ല. കാരണം ഗില്ലിനെ മാറ്റി നിർത്തിയാലും ശ്രേയസ് അയ്യർ അല്ല, കോഹ്ലി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ ഉണ്ട്, ശ്രേയസ് അയ്യർ ഉണ്ട്, രവീന്ദ്ര ജഡേജ ഉണ്ട് കളിക്കാൻ. പിന്നെ ഇവൻ കളിക്കുന്നതാണ് വാഷിംഗ്ടൺ സുന്ദർ ഓൾറൗണ്ടർ. സ്പിന്നർ ഉണ്ടല്ലോ, കുൽദീപ് യാദവ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഉണ്ട്, നിതീഷ് റെഡ്ഡി ഉണ്ട്, അവർക്ക് സ്പിന്നർമാരാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ ഗില്ലിന് എന്തുകൊണ്ട് ടീമിൽ മനസ്സിലാകുന്നില്ല. ഗില്ലി സമീപകാലത്തായിട്ടൊക്കെ നമുക്കറിയാം കഴിഞ്ഞൊരു ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തു. കാരണം 2020-ൽ അദ്ദേഹത്തിന്റെ കരിയർ നോക്കി കഴിഞ്ഞ ഒരു 18-19 മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു 50 പോലും നേടാൻ അദ്ദേഹത്തിന് ഏകദിനത്തിൽ അത്യാവശ്യം ഏകദിനത്തിൽ അദ്ദേഹത്തിന് ട്രാക്ക് ഏകദിനത്തിന് പറ്റിയ പ്ലെയർ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പക്ഷേ ഈ വരുന്ന 2027 ലോകകപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ടീം സെലക്ടേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹം 50 ഓവർ ക്രിക്കറ്റ് അവസാനിക്കാൻ പോകുന്നു എന്ന് വരെ അശ്വിൻ പറയുന്നുണ്ട്. എന്തിനി 50 ഓവർ കളിക്കുന്നു എന്നൊക്കെ അശ്വിൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിലൊക്കെ സംസാരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മുമ്പത്തെ പോലെ 50 ഓവർ മത്സരങ്ങൾ കാണാൻ കാണികൾ കുറഞ്ഞു വരുന്നു. സ്റ്റേഡിയത്തില് 50 ഓവർ മത്സരത്തിന്റെ റിസൾട്ട് വരാൻ തന്നെ 8 മണിക്കൂറെങ്കിലും എടുക്കും. തീർച്ചയായിട്ടും ഒരു അത്രയും സമയം 8 മണിക്കൂർ എടുക്കുന്ന വെച്ചാൽ 8 മണിക്കൂർ കളിക്കാൻ വേണ്ടി. കാരണം മത്സരം തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റി തുടങ്ങും. അപ്പോൾ ഒരു കാണികൾ ചുരുങ്ങിയത് ഒരു 10 മണിക്കൂറെങ്കിലും സ്റ്റേഡിയത്തിൽ ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 50 ഓവർ മത്സരങ്ങളിലെ ഒരു ഭാവി ഒരു അനിശ്ചിതത്തിലാണ്. 2020 ഒക്കെ വരുന്നതോട് IPL-ഉം അതുപോലെ തന്നെ 2020 വേൾഡ് കപ്പ് ഒക്കെ വന്നതോടെ എല്ലാവർക്കും കുട്ടി ക്രിക്കറ്റിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയായിട്ടാണ് കാണാൻ. ഏതായാലും ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ടീമിൽ മുഹമ്മദ് ഷമിയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നത് ഈ ടൂർണമെന്റിൽ ഉടനീളം ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണയും മറ്റ് ബൗളേഴ്സും, സിറാജ് നമുക്ക് പറയാം, സിറാജിന് ഇപ്പോ പരിചയ സമ്പത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഹർഷിത് റാണയെ കുറിച്ച്, ഹർഷിത് റാണ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തിനെ വിളിക്കുന്നത് ചെണ്ടയെന്നാണ് വിളിക്കുന്നത്. അടികെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്റർമാർക്ക് അടിച്ച് പഠിക്കാൻ പറ്റിയ നല്ല ബൗളറാണ് ഇന്ത്യൻ പിച്ചിൽ. പക്ഷെ ഇടക്കിടക്ക് നിർണായ സമയത്ത് അദ്ദേഹം വിക്കറ്റ് നേടുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അർത്ഥമില്ലല്ലോ, റൺസ് അത്രയും വാരി കൂട്ടിയിട്ട് വിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഏതായാലും നമുക്ക് ഈ ടീമിന്റെ പ്രകടനം, ഇവരുടെ സെലക്ഷൻ എത്ര കണ്ട് മികച്ചതായിരുന്നു എന്ന് ടൂർണമെന്റിൽ ഉടനീളം നമുക്ക് അറിയാൻ കഴിയും. എതിർ ടീം ന്യൂസിലൻഡ് ചില്ലറ ടീമല്ല, നമുക്ക് കാത്തിരിക്കാം.